ഹായ് കൂട്ടുകാരെ, ഇനൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്ത് വീഡിയോ നോക്കിയാലോ? അപ്പോൾ ആഫ്രിക്കയിലുള്ള ആളുകൾ കഴിക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, മക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഇന്ന് സെർവ് ചെയ്തതാണ്. പക്ഷെ അവർ അതെന്താ പറയുക, പാത്രം തുടച്ച് വടിച്ച് കഴിക്കുന്നു പറയില്ലേ, അതുപോലെ കഴിച്ചു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എൻ്റെ ചെറിയ മോനൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത സമയത്ത് എന്താ പറയുക, ഭയങ്കര ഒരു ത്രില്ലോട് കൂടിയിട്ടാണ് അവർ കഴിച്ചത്. അതിനനുസരിച്ചുള്ള ഒരു ചിക്കൻ കറി ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അഭിപ്രായം തന്നെ അവർക്ക് തന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. ഇത് കണ്ടോ, പാത്രം തുടച്ച് വടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എനിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ആകാംക്ഷയായിരുന്നു. ഞങ്ങൾ വീഡിയോ കാണുമ്പം ഈ ഡിഷ് ഇങ്ങനെ അവർ കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ മക്കൾ എന്നോട് ചോദിക്കും, ഉമ്മച്ചി ഇത് എന്താണ്, എന്ത് ഡിഷാന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഡിഷിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഈ വീഡിയോ കൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതിലുള്ള നാരും കാര്യങ്ങളൊക്കെ എടുത്ത് കളയണം. അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കപ്പ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ നാരുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബാക്കി വന്നതാണ് ഞാൻ എടുത്ത് കളയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ മിക്സി ജാറിലേക്ക് ബാക്കി കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏത് ചെറിയ ജാറിലാണ് പൊടിച്ചെടുക്കുന്നത് വെച്ചാൽ അരച്ചെടുക്കുകയാണ്, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു മിക്സി ജാറാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത് വലിയ അരിയൊക്കെ അരക്കുന്ന ഒരു മിക്സി ജാർ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഞാൻ പറഞ്ഞ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കപ്പയും കൂടി ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതിപ്പം ഒരു അരിയൊക്കെ അരച്ചെടുത്ത ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അരിയിൽ കുറച്ചൊക്കെ തരിയെങ്കിലും ഉണ്ടാവും, ഇത് അതും ഇല്ല കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കപ്പയും കൂടി ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിന്നെ ഒരു ഭയങ്കര അത്ഭുതമായിട്ടാണ് ഈ ഡിഷ് തോന്നിയത്. കപ്പ കൊണ്ട് പല വെറൈറ്റികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതായത് കട്ട്ലറ്റായിട്ടും അതേപോലെ കപ്പ ബിരിയാണി, കപ്പ പുഴുക്ക്, അങ്ങനെ പല ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു ഭയങ്കര വെറൈറ്റി ആയിട്ട് തന്നെ തോന്നിയത്. കഴിക്കാനാണ് അതിലേറെ ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് കറിയായിട്ട് ചിക്കനോ ബീഫോ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് നന്നായിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ഇതുപോലെ നല്ല കട്ടിയുള്ളൊരു തവി തന്നെ എടുക്കണം. പിന്നെ നമ്മൾ ഒരു കപ്പിൽ നമുക്ക് കിട്ടാൻ പാകത്തിന് കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. അതേപോലെ തന്നെ നല്ല ഫ്ലെയിം കുറച്ച് തന്നെ ആയിരിക്കണം നമുക്ക് വെക്കേണ്ടത്. ഞാനിതിപ്പോൾ 350-ലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ചെറുതായിട്ട് അടിയിൽ പിടിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ കുക്കായി വരുന്നുണ്ട്. അപ്പോൾ കുക്കാകുന്ന സമയത്ത് ഒരു വലിയുന്ന പോലെ നമുക്ക് ഫീൽ ആവും കേട്ടോ. ഇത് കണ്ടപ്പോൾ ഇത് ഒരു വലിച്ചിൽ പോലെ നൂല് പോലെ ആയി വരുന്നുണ്ട്. കട്ടിൽ തന്നെയാണ് ആയി വരുന്നത്. അപ്പോൾ ഇതുപോലെ കൈവെക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. കുറച്ച് റിസ്ക് ഉണ്ട് ഇളക്കിയെടുക്കുന്ന സമയത്ത്. അതേപോലെ ഞാൻ പറഞ്ഞു, തവിക്ക് നല്ല കട്ടി ഉണ്ടായിരിക്കണം. ചിലപ്പം കട്ടിയില്ലാത്ത തവിയൊക്കെ ആകുമ്പോൾ അത് ഒടിഞ്ഞു പോകാനും അതേപോലെ വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു തവി നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈവെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി റിസ്ക് ആവും. പിന്നെ ഞാൻ വെള്ളം എടുത്ത് വെക്കണം എന്ന് പറഞ്ഞത്, ഇത് കുക്കായി വരുംതോറും കുറച്ചുകൂടെ കട്ടി കൂടി വരിക ചെയ്യുക. അപ്പോൾ ഒരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇതുപോലെ തെളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം തെളിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് വെള്ളം തെളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പ കൊണ്ടുള്ള ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ നമ്മളൊരു വിരലിൽ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടി വലിഞ്ഞ് വരും കേട്ടോ. അതാണ് അതിൻ്റെ കുക്കിംഗ് പാകം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഡിഷിൻ്റെ പേരെന്ന് വെച്ചാൽ ഫുഫു ഫുഫു എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഡിഷിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ചിരി വരികയാണ്. എന്തായാലും നമ്മളെ ഫുഫു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ചൂടോടെ തന്നെ
കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒന്ന് തണുത്ത് പോകുമ്പോൾ കുറച്ചൊരു കയ്പ്പ് ടേസ്റ്റ് വരുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന കപ്പയ്ക്കാണ്, ചില കപ്പകൾക്ക് കയ്പ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്ത് വേവിച്ച് കഴിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.